Hi, hello. A warm good morning to everybody. Welcome you all to Vipras Vidya. Myself Kavya. അപ്പോൾ നമ്മൾ ഇന്ന് എക്കണോമെട്രിക്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള അതായത് ഡിസ്ക്രീറ്റ് ചോയ്സ് മോഡൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ മീനിങ്, അതിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെ മുതലായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഹാവ് എ ലുക്ക്. ചോയ്സ് മോഡൽ. അതിലെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് എന്ന് പറയാം. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്പ്രെഡ് ഓവർ കറന്റ് ആൻഡ് സെവറൽ ഫ്യൂച്ചർ പീരീഡ്സ്. ഇഫക്ട് ഓഫ് എ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്പ്രെഡ് ഓവർ കറന്റ് ആൻഡ് സെവറൽ ഫ്യൂച്ചർ പീരീഡ്സ്. അതായത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിളിന്റെ മുകളിൽ അപ്പോൾ ഉള്ള ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ മാത്രമല്ല, ഒരുപാട് ടൈം പീരീഡിൽ എന്ത് വരിക, അതിന്റെ ഇൻഫ്ലുവൻസ് വരിക. ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമല്ല വരുന്നത്, ഒരുപാട് ടൈം പീരീഡിലേക്ക് അതിന്റെ ഇൻഫ്ലുവൻസ്. നമ്മൾ ഓക്കിയൊക്കെ വന്നു പോയാലും നമുക്ക് അതിന്റെ ഹാങ് ഓവർ കുറച്ചു കാലം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ. ക്ലിയർ ആണോ? ക്ലിയർ ഫോർ എവ്രിവൺ? ക്ലിയർ? Clear? Yes. Next is polynomial lag. Polynomial lag എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ lag coefficient generated in the form of polynomial degree. Polynomials ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ മാത്സിലെ ഭയങ്കര അറിയുന്ന ആൾക്കാരല്ലേ. സോ പോളിനോമിയൽ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മോഡൽ സ്പെസിഫൈ ചെയ്യുകയാണ്. പോളിനോമിയൽ ഡിഗ്രീസിൽ നമ്മൾ മോഡൽ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് പോളിനോമിയൽ ലാഗ്സ് എന്ന് പറയുന്നത്. അടുത്തത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ പഠിച്ചിട്ടില്ലേ? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ എവിടെയാ പഠിച്ചേ? Where have you learned? ഡൗട്ടാണ്. മാക്രോയിൽ പഠിച്ചിട്ടുണ്ടോ? മാക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ പഠിച്ചിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ GAക്കോ BSCക്കോ MSCക്കോ ഒക്കെ പഠിക്കുമ്പോൾ എന്തായാലും മാക്രോ വരാതിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ശരി. ഇനി എനിക്ക് അറിഞ്ഞൂടാട്ടോ. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സംഭവം ഉണ്ട്. ഞാൻ മാക്രോ ഇനിയിപ്പോ എടുക്കുമ്പോൾ അപ്പൊ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പം അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറണ്ട് എക്സ്പീരിയൻസും പാസ്റ്റ് എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ കറണ്ട് എക്സ്പീരിയൻസും പാസ്റ്റ് എക്സ്പീരിയൻസിന്റെയും ഒരു ബേസിസിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോഡൽ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ കറണ്ട് എക്സ്പീരിയൻസും പാസ്റ്റ് എക്സ്പീരിയൻസും നമ്മൾ ഒന്ന് റീഫോർമുലേഷനോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻസ് ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? Clear for everyone? Clear for everyone? Okay. Linear probability model. Linear probability model. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. അതെന്താന്ന് പഠിക്കണം. പ്രോബിറ്റ് മോഡൽ. പ്രോബബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോബബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. എന്തിന്റെ പ്രോബബിലിറ്റി? നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടും എങ്ങനെ വേണേൽ നമുക്ക് അതിനെ ലഭിക്കും. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നല്ല കേട്ടോ, നമ്മൾ കളക്ട് ചെയ്യുന്നതിന്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, നമ്മളിപ്പം ഒരു പ്രോബബിലിറ്റി, അതായത് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ ഒരു പ്രോബബിലിറ്റിന്റെ ബേസിസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബിറ്റ് മോഡൽ എന്ന് പറയും. ക്ലിയർ? ക്ലിയർ? ഓക്കെ. ലോജിറ്റ് മോഡൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലോഗരിതമിക് ഫോർമുല, ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു ലോഗരിതം ഫോർമാറ്റില് സപ്പോസ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോജിറ്റ് മോഡൽ എന്ന് പറയുന്നത്.
പ്രോബിറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ബേസിസിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ലോജിറ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗരിതത്തിന്റെ ബേസിസിൽ റെപ്രസെന്റ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഇനി ഇതിൽ വരുന്നത് ഡിഫിക്കൽട്ടീസ് ഓഫ് OLS മെത്തേഡ്സ്. ഡിഫിക്കൽട്ടീസ് ഓഫ് OLS മെത്തേഡ്സ്. ഒന്ന് OLS എസ്റ്റിമേറ്റേഴ്സ്. OLS എസ്റ്റിമേറ്റേഴ്സ് അൺബയസ്ഡ് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. അൺബയസ്ഡ് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. OLS എസ്റ്റിമേറ്റേഴ്സ് ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. OLS എസ്റ്റിമേറ്റേഴ്സ് അൺബയസ്ഡ് ആയിരിക്കും, ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും, ബട്ട് ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. പ്രോബിറ്റ് മോഡലിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിൽ ലൈ ചെയ്യണമെന്നില്ല. ഇത്രയും മാത്രം ഓർത്താൽ മതി. OLS എസ്റ്റിമേറ്റേഴ്സ് അൺബയസ്ഡ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ വരുന്നത് അത് ഇൻഎഫിഷ്യന്റുമായിരിക്കും. അതുപോലെ പ്രോബബിലിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായി ആവാനുള്ള ചാൻസ്. Okay, so I hope this is clear for you. Next is ഇതൊന്നും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, നമുക്ക് MCQസിന്റെ ഏരിയയിൽ നിന്ന് നോക്കിയാൽ മതി. സോ വിത്ത് ദിസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും ആക്ച്വലി ഇതിൻ്റെ അകത്ത് തീർന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് എക്കണോമെട്രിക്സിൽ തീർന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളും. മാച്ച് ദി ഫോളോയിങ് ആണ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ എ എഴുതിക്കോളും. സെക്ഷൻ എ മാച്ച് ദി ഫോളോയിങ്സ് ആണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ഈ മാച്ച് ദി ഫോളോയിങ് പഠിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദിക്കുമ്പോഴും ഇപ്പം സ്റ്റേഷനാരിറ്റി ടെസ്റ്റ് ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ആരാണ് കൊണ്ടുവന്നത്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് കൂടുതൽ പഠിക്കുക, ടെസ്റ്റുകളെല്ലാം പഠിക്കുക. ആദ്യത്തെ 3 PPTസും നല്ല പോലെ പഠിച്ചിരിക്കണം, വെള്ളം പോലെ ആക്കിയിരിക്കണം. അവസാനത്തെ 2 എണ്ണം ഒന്ന് ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് എഴുതിക്കോളൂ. വാൾഡ് ടെസ്റ്റ് കാണാലോ അല്ലെ സ്ക്രീന്? യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്, ഗ്രാൻഡർ ടെസ്റ്റ്. വാൾഡ് ടെസ്റ്റ്, യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്, ഗ്രാൻഡർ ടെസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേഷനാരിറ്റി, then you have errors in variable, you have causality, then you have significance of regression coefficient. രണ്ട് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക്, 2 ഭാഗങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒന്നില് വാൾഡ് ടെസ്റ്റ്, യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്, ഗ്രാൻഡർ ടെസ്റ്റ്. The other one you have stationarity, errors in variable, causality and significance of regression. And this is your last homework for economics. So I hope that clear for you. എല്ലാവർക്കും ക്ലിയർ അല്ലേ?